യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിക്കുമ്പോൾ കൊലോസ്യ ലേഖനം ആ ശരീരത്തിന്റെ തലയാകുന്ന ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഫിലിപ്പിയ ലേഖനം നമ്മുടെ വ്യക്തിപരമായുള്ള പ്രായോഗിക ജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ലേഖനമാണെന്നുള്ളത് നാം മറക്കരുത്. ഫിലിപ്പിയ ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ ആമുഖമായിട്ടുള്ള അനേക കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ദൈവം സാവകാശം നൽകി. ഇന്ന് 1-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ 4 അധ്യായങ്ങൾ അടങ്ങുന്ന ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ എന്ന് പറയുന്നത് ലേഖനം വായിക്കുന്നവർക്കുള്ള വന്ദനമാണ് പൗലോസ് അറിയിക്കുന്നത്. 1ഉം 2ഉം വാക്യങ്ങളിൽ എഴുത്ത് വായിക്കുന്നവർക്കുള്ള വായനക്കാർക്കുള്ള വന്ദനം അറിയിക്കുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ വായിച്ചാട്ടെ. വായിക്കാമോ? 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസിന്റെ മിക്ക ലേഖനങ്ങളും നാം വായിച്ചു നോക്കിയാൽ തന്റെ ലേഖനം താന് എഴുതുമ്പോൾ വായനക്കാരെ വന്ദനം പറഞ്ഞുകൊണ്ടാണ് പല ലേഖനങ്ങളും എഴുതുന്നത്. അതുപോലെ തന്റെ ലേഖനങ്ങൾ അവസാനിക്കുന്നത് ആശീർവാദത്തോടു കൂടിയാണ്. അതാണ് പൗലോസിന്റെ ലേഖനങ്ങളുടെ ചില പ്രത്യേകത. അപ്പൊ ഇത് നമുക്കൊരു മാതൃകയാണ്. നമുക്കൊരു സാക്ഷ്യത്തിനോ അല്പസമയം വചന ശുശ്രൂഷയ്ക്കോ ഒക്കെ സമയങ്ങൾ ലഭിച്ചാൽ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ആരംഭിക്കുന്നത് അതൊരു മാതൃകയായ കാര്യമാണെന്നുള്ള കാര്യം ഞാൻ പ്രാരംഭത്തിൽ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഈ വന്ദനം പറയുന്നതായിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് വായിച്ചത്: ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോഥെയോസും ഫിലിപ്പിയിൽ യേശു ക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. 1-ാം വാക്യത്തിൽ ആരൊക്കെയാണ് ലേഖനം എഴുതുന്നത് എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? പൗലോസും തിമോഥെയോസും ചേർന്നാണ് ഈ ലേഖനം എഴുതുന്നത് എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആർക്കാണ് ലേഖനം എഴുതുന്നത്? ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പൊ 1-ാം വാക്യത്തിൽ ഉള്ള വിഷയം ഇതാണ്: ആരൊക്കെ ചേർന്ന് ലേഖനം എഴുതുന്നു, അതുപോലെ ആർക്കു വേണ്ടിയാണ് ലേഖനം എഴുതുന്നത്. അതാണ് 1-ാം വാക്യത്തിലെ പ്രതിപാദ്യ വിഷയം. പൗലോസും തിമോഥെയോസും കൂടെ ഈ ലേഖനം കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയ ശേഷം ഫിലിപ്പിയ സഭയിൽ നിന്ന് പൗലോസിനെ സന്ദർശിക്കുവാനായിട്ട് കടന്നു വന്ന എപ്പഫ്രാദിത്തോസിന്റെ കൈവശമാണ്
ഈ ലേഖനം ഫിലിപ്പിയ സഭയ്ക്ക് താൻ കൊടുത്തയക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഈ ലേഖനം പൗലോസും തിമോത്തിയോസും കൂടെ ചേർന്നാണ് എഴുതുന്നത്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ക്രിസ്തു യേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. നോക്കിക്കേ, അപ്പൊ പൗലോസിനെയും തിമോത്തിയോസിനെയും അവിടെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തു യേശുവിന്റെ ദാസന്മാർ എന്നാണ്. ദാസന്മാർ. വേണമെങ്കിൽ പൗലോസിന് ബഹുമാന സൂചകമായിട്ട് എത്രയോ വാക്കുകൾ അവിടെ ഉപയോഗിക്കാമായിരുന്നു അല്ലേ? പക്ഷെ അതൊന്നും പൗലോസ് അവിടെ ഉപയോഗിക്കുന്നില്ല. അവർ ആരാണെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. ആരാണ്? ക്രിസ്തു യേശുവിന്റെ ദാസന്മാർ. ദാസന്മാർ. അതെല്ലാം നമുക്ക് മാതൃകയായ വിഷയമാണ്. ക്രിസ്തു യേശുവിന്റെ ദാസൻ എന്ന് അറിയപ്പെടുന്നതാണ് പൗലോസിന് ഏറ്റവും ഇഷ്ടമായൊരു കാര്യം. അപ്പൊ എഴുത്തുകാര് പൗലോസും തിമോത്തിയോസുമാണെന്ന് മനസ്സിലായി. അവർ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായി. അവർ ക്രിസ്തു യേശുവിന്റെ ദാസന്മാരാണ്. ദാസന്മാരാണ്. അവിടെ ദാസൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ മൂലഭാഷയിലുള്ള വാക്ക് ഡൂലോസ് എന്നാണ്. എന്താണ്? ഡൂലോസ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ ബന്ധിതദാസൻ എന്നാണ് അതിന്റെ അർത്ഥം. ഡൂലോസ് എന്നുള്ളതായിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ബന്ധിതദാസൻ അല്ലെങ്കിൽ അടിമ എന്ന് വേണമെങ്കിലും പറയാം. അടിമ എന്ന് വേണമെങ്കിലും പറയാം. നോക്കിക്കേ, അപ്പോൾ പൗലോസ് വേറൊരിടത്ത് പറയുന്നുണ്ട്, ഞാന് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എങ്കിലും താന് ഈ ലേഖനത്തിൽ കൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് കർത്താവിന്റെ ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു അടിമ എന്നുള്ള നിലയിലാണ് പൗലോസ് തന്നെത്താൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞ് വന്ന ഒരു വ്യക്തിയെ, ഏറ്റവും അടുത്ത പരിചയമുള്ള ഒരാള്, ബ്രദറെ എന്നെ കൊണ്ട് വിശേഷമെന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞത്, ഇനി എന്നെ ബ്രദറെ എന്ന് വിളിക്കരുത്, എന്നെ പാസ്റ്ററെ എന്ന് വിളിക്കാവുള്ളൂ. നോക്കണേ, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ മനോഭാവം നോക്കണം. എന്നാൽ പൗലോസ് എത്രമാത്രം വിനയവും താഴ്മയുള്ളവനായ ഒരു വ്യക്തിയായിരുന്നു അല്ലെ? വെളിപ്പാടുകളുടെ ആധിക്യം എന്നാണ് പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, താൻ എഴുതിയതായിരിക്കുന്ന ലേഖനത്തിലൂടെ ദൈവസഭയെക്കുറിച്ചുള്ളതായ ആഴമായ വെളിപ്പാടുകളാണ് തനിക്ക് ദൈവം കൊടുത്തത്. വാസ്തവത്തിൽ പൗലോസിന്റെ ലേഖനം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവസഭയെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. പ്രത്യേകാൽ എഫേസ്യ ലേഖനം എന്നൊക്കെ പറയുന്നത് ദൈവസഭയെ സംബന്ധിക്കുന്ന ആഴമായ വെളിപ്പാടുകളുടെ ഒരു ലേഖനമാണ്. അപ്പൊ അത്രമാത്രം വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചതായിരിക്കുന്ന പൗലോസ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നത്, തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത്, ഞാന് ക്രിസ്തു യേശുവിന്റെ ഒരു ദാസനാണ്, ഞാനൊരു അടിമയാണ് എന്നുള്ള നിലയിലാണ് പൗലോസ് ഈ എഴുത്തുകാർക്ക് വെളിപ്പെടുത്തുന്നത്.
ഒരു സംഭവ കാര്യം കേട്ടിട്ടുള്ളത്, ഒരിക്കൽ കാനഡയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആ മഹാനായ മനുഷ്യൻ വളരെ ദൂരത്തിലായിരുന്ന തന്റെ മാതാവിന് ഫോൺ മുഖാന്തരം അറിയിച്ചു, മമ്മി, ഞാൻ കാനഡയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുവാനിടയായി എന്ന് ഫോൺ മുഖാന്തരം അറിയിക്കാനിടയായി. ആ ദൈവഭക്തയായ മാതാവ് ഉടനെ പറഞ്ഞത്, മോനെ, അത് 2ാം സ്ഥാനം മാത്രമുള്ള അതിന്. നീ കാനഡയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാര്യം ശരിയാണ്, പക്ഷേ അത് നിനക്കൊരു 2ാം സ്ഥാനത്താണുള്ളത് ആ പദവി. ആ മാതാവ് പറഞ്ഞത്, 1ാം സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസൻ എന്നുള്ളതായ സ്ഥാനത്തിനാണ് 1ാമത്തെ സ്ഥാനമെന്ന മാതാവ് പറയാനിടയായി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും അറിയപ്പെടേണ്ടത് കർത്താവിന്റെ ദാസനെന്നും കർത്താവിന്റെ ദാസി എന്നുമുള്ളതായിരിക്കുന്ന പദവിയിലാണ് നാം അറിയപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒരു പദവി വേറെ ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. കാരണം സർവചരാചരങ്ങളുടെയും സൃഷ്ടിതാവായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, ദാസി എന്നുള്ളതായിരിക്കുന്ന ആ പദവി ഒരിക്കലും ചെറിയതാണെന്ന് നാം വിചാരിക്കരുത്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അതിന് വേറെ വിശേഷതകളൊന്നും വേണ്ട. ശ്രേഷ്ഠദാസനെന്നോ ശ്രേഷ്ഠത കുറഞ്ഞ ദാസനെന്നോ ഒന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആരാണ്ടൊരിക്കൽ പറഞ്ഞെന്നാ കേട്ടെ, ഒരു അതിഥി ദൈവസഭയിൽ ചെന്നപ്പോൾ പരിചയപ്പെടുത്തി, പാവപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എന്നിവിടെ വന്നിട്ടുണ്ടെന്ന്. കർത്താവ് ആരാ? പാവപ്പെട്ടവനായി. ചെന്ന ആളാരായി? ശ്രേഷ്ഠദാസന്. അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ് കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസൻ. CK ദാനിയേൽ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു, കൊട്ടാരക്കരക്കാരന്. അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡന്റായിട്ടൊക്കെ അദ്ദേഹം ഇരുന്നത്. ബൈബിൾ കോളേജിൽ അനേക വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചതാണ്. അദ്ദേഹം പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ സഭയിൽ അദ്ദേഹം അറിയാതെ ചെല്ലാനിടയായി. വിളിച്ചു പറഞ്ഞില്ല, ഞാൻ വരുന്നുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചു വിട്ട ആ ഒരു സഹോദരൻ, ഒരു വിദ്യാർത്ഥിയാണ് അവിടുത്തെ ശുശ്രൂഷൻ. അപ്പച്ചൻ പറയാതെ ചെന്നത് അദ്ദേഹത്തിന് അങ്ങ് വലിയ സന്തോഷമായി. എന്തോ പരിചയപ്പെടുത്തേണ്ട, എന്തോ പറയേണ്ടതൊന്നും പെട്ടെന്ന് ഓർത്തില്ല. അപ്പച്ചനെ കുറിച്ചെല്ലാം പറഞ്ഞു. പരേതനായ ദൈവദാസൻ ഇന്ന് നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പറയേണ്ട വാക്കുകൾ ഓർത്തില്ല. പരേതന് പറഞ്ഞ മരിച്ചുപോയ ആളെ കുറിച്ചല്ലേ അങ്ങനെ പറയേണ്ടത്. അപ്പം അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദവി. അതൊരിക്കലും ചെറിയതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അതേറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്തുയേശുവിന്റെ ദാസൻ എന്നാണ്. മാത്രമല്ല, ആർക്കു വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയ സഭയുടെ വിശ്വാസികളായിരിക്കുന്ന
അല്ലെങ്കിൽ ഫിലിപ്പിയിൽ യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ് ലേഖനം എഴുതുന്നത്. മാത്രമല്ല അധ്യക്ഷന്മാർക്കും, അവിടെ ഉള്ളതായിരിക്കുന്ന സഭയിലെ അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടിയാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ 3 കൂട്ടർക്ക് വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ആർക്കൊക്കെയാണ്? ഒന്ന്, ഫിലിപ്പിയിൽ യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്ക് വേണ്ടി. അപ്പൊ അവിടുത്തെ പദപ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പൗലോസ് ക്രിസ്തു യേശുവിന്റെ ദാസൻ എന്ന് പറയുന്നത് പോലെ ഫിലിപ്പിലുള്ള വിശ്വാസികൾ ആരാണ്? ക്രിസ്തു യേശുവിലുള്ള സകല വിശുദ്ധന്മാരും എന്നാണ് അവരെ സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരും ആരാണ്? ക്രിസ്തു യേശുവിലുള്ളവരാണ്. ക്രിസ്തു യേശുവിലുള്ളവരാണ് അവിടെ ഉള്ളതായ എല്ലാ വിശ്വാസികളും. കൂടാതെ അവിടെയുള്ള അധ്യക്ഷന്മാര് എന്ന് പറഞ്ഞാൽ സഭയെ മേയ്ക്കുവാനായിട്ട് അവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നതായ അധ്യക്ഷന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ സഭയെ നോക്കി അല്ലെങ്കിൽ സഭയെ മേയ്ക്കുന്ന, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അധ്യക്ഷന്മാരുണ്ട്. അധ്യക്ഷന്മാർക്ക് വേണ്ടി കൂടെ മാത്രമല്ല, അധ്യക്ഷന്മാരുടെ ശുശ്രൂഷകളിൽ അവരെ സഹായിക്കുന്ന ശുശ്രൂഷകന്മാരും അവിടെയുണ്ട്. അങ്ങനെ 3 കൂട്ടർക്ക് വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതി അയക്കുന്നത്. തുടർന്ന് ഈ ലേഖനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർക്കെല്ലാം വേണ്ടി പൗലോസ് ഈ ലേഖനം എഴുതുവാനുള്ള കാരണം, ആ സഭയിൽ നിന്നാണ് ശുശ്രൂഷകന്മാരിൽ ഒരാളായ എപ്പഫ്രാദിത്തോസ് പൗലോസിനെ സന്ദർശിക്കുവാനായിട്ട് റോമൻ കാരാഗൃഹത്തിൽ എത്തിച്ചേർന്നത്. അപ്പൊ സഭയുടെ അവസ്ഥകളും സഭയെക്കുറിച്ചുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പൗലോസിനോട് എപ്പഫ്രാദിത്തോസ് അവിടെ ചെന്ന ശേഷം പറയാനിടയായി. അങ്ങനെ സഭയെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിശദ വിവരങ്ങൾ പൗലോസ് അറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഈ ലേഖനം ഈ 3 കൂട്ടർക്കായിട്ട് പൗലോസ് എഴുതി അയക്കുവാനിടയായത്. ആർക്കൊക്കെയാണ്? ഒന്ന്, ഫിലിപ്പിയ സഭയുടെ അംഗത്വമുള്ളതായിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും. മാത്രമല്ല അവരെ മേയിക്കുന്ന ആ സഭയുടെ ചാർജുള്ള അധ്യക്ഷന്മാരുണ്ട്. 1-ലധികം പേരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അവരുടെ ശുശ്രൂഷയിൽ അവരെ സഹായിക്കുന്ന ശുശ്രൂഷകന്മാരെന്നുള്ളതിന് ഡീക്കൻസ് എന്നുള്ളതായ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അധ്യക്ഷൻ എന്നുള്ളതിന് എപ്പിസ്കോപ്പോ എന്നുള്ളതായിരിക്കുന്ന ഒരു പദമാണ് അവർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 കൂട്ടർക്ക് വേണ്ടിയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ഈ ലേഖനം എഴുതി അയക്കുവാനായിട്ട് ഇടയായി. അപ്പം അവർക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന, അവർക്ക് ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ, അവർക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന അനേക കാര്യങ്ങൾ ഈ ലേഖനത്തിലുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് ഈ 3 കൂട്ടർക്ക് വേണ്ടി എഴുതുന്ന ഈ ലേഖനത്തിൽ അവർക്ക് ലഭിക്കുന്നതായ 2 കാര്യം അതിനുശേഷം പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. അതെന്തൊക്കെയാണ്? നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് അവരെ ആശീർവദിച്ച് താന് ഈ ലേഖനത്തിൽ വന്ദനം
അറിയിച്ച് പൗലോസ് ഇവിടെ എഴുതുകയാണ്. അപ്പം ആദ്യമായിട്ട് അവർക്ക് എന്ത് വേണം അല്ലെങ്കിൽ എന്ത് നൽകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും പിന്നെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് കാര്യം. ഏതൊക്കെയാ? ഒന്ന് കൃപയും മറ്റൊന്ന് സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് പൗലോസ് ഇവിടെ വന്ദനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതായത് രണ്ട് പദപ്രയോഗങ്ങൾ. ഒന്ന് കൃപ, അപ്പൊ നിങ്ങൾക്ക് കൃപയുണ്ടാകണം. രണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. സമാധാനം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം, യഹൂദന്മാര് പരസ്പരം കാണുന്ന സമയത്ത് അവർ തമ്മിൽ ഉച്ചരിക്കുന്ന ഒരു പദമാണ് സമാധാനം. ശാലോം അല്ലെങ്കിൽ ശാലേം. ഈ വാക്കാണ് യഹൂദന്മാര് തമ്മിൽ കാണുമ്പോൾ ഉച്ചരിക്കുന്നതായ പദം. ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനം. നമ്മള് വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ഒന്നുകിൽ സ്തോത്രം അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, യഹൂദന്മാര് പരസ്പരം കാണുമ്പോൾ അവര് തമ്മിൽ ഉച്ചരിക്കുന്നതായ പദപ്രയോഗമാണ് ഏതാ? സമാധാനം അല്ലെങ്കിൽ ശാലോം. അതേസമയം യവനന്മാർ അല്ലെങ്കിൽ ഗ്രീക്കുകാർ അഥവാ യഹൂദന്മാരല്ലാതിരിക്കുന്നവർ ആ യവനന്മാർ തമ്മിൽ, ഗ്രീക്കുകാർ തമ്മിൽ അവര് പരസ്പരം കാണുമ്പോൾ അവരുച്ചരിക്കുന്നതായ പദമാണ് ഏത്? കൃപ. കൃപ എന്നർത്ഥം വരുന്നതായ വാക്ക്. അപ്പൊ എന്തിനാ പൗലോസ് ഇത് രണ്ടും കൂടെ ഈ വന്ദനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നറിയാമോ? അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം, ആ ഫിലിപ്പിയ സഭയിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? യഹൂദന്മാരുമുണ്ട്, പിന്നെ യവനന്മാർ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാതിരിക്കുന്നവരും ആ സഭയിലെ മെമ്പേഴ്സാണ്. നമുക്കറിയാമല്ലോ, യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ദൈവസഭയ്ക്കകത്ത്. അതെല്ലാം വെളിയില വ്യത്യാസം. അപ്പൊ സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരെയാണ് ദൈവം ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ലോകവ്യാപകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് 3 ഗ്രൂപ്പിനെ നമുക്ക് ലോകം മൊത്തമായിട്ട് തിരിക്കാൻ കഴിയും. 3 ഗ്രൂപ്പുകളുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണ്? യഹൂദന്മാരാണ്, ഇസ്രായേൽ ജനം. അവർ ആരാ? അബ്രഹാമിൽ കൂടെ ദൈവം തെരഞ്ഞെടുത്തതായ ദൈവത്തിന്റെ സ്വന്തം ജനം. അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഹൂദന്മാരല്ലാതിരിക്കുന്ന സകല ജാതികളും, പുറജാതികൾ. അതാണ് ലോകത്തിലെ രണ്ടാമത്തെ ഗ്രൂപ്പ്. എന്നാൽ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് യഹൂദന്മാരിൽ നിന്നും സർവജാതികളിൽ നിന്നും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭ. ദൈവസഭ. അങ്ങനെ ലോകത്തിലുള്ളതായിരിക്കുന്ന ജനവർഗത്തെ നമ്മൾ തരംതിരിച്ചാൽ 3 ഗ്രൂപ്പുകളായിട്ടാണ് ഇന്ന് ലോകജനത്തെ നമുക്ക് വേർതിരിക്കുവാൻ കഴിയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ മടങ്ങി വരാം. അപ്പോൾ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് പൗലോസ് ഈ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം
ആ സഭയിൽ യഹൂദന്മാരുമുണ്ട്, ആ യഹൂദന്മാരല്ലാതിരിക്കുന്ന ജാതികളും അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് വാക്കുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പൗലോസ് ഓർപ്പിക്കുന്നത്. കൃപ എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ത്? കൃപ. കൃപ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നതിന്റെ കാരണം ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കഴിവോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ കുലശ്രേഷ്ഠതയോ ഒന്നുമല്ല നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ കാരണം. ദൈവത്തിന്റെ കൃപയാണ് അതിന്റെ കാരണം. നമുക്ക് ദൈവം കൃപ തന്നതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ആ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. നമ്മുടെ കുടുംബ അംഗങ്ങളിൽ പലർക്കും ഈ കൃപ ലഭിച്ചിട്ടില്ല. നമ്മുടെ ബന്ധുമിത്രാദികളിലും നമ്മുടെ ചാർച്ചക്കാരിലും പലർക്കും ഈ ദൈവകൃപ ലഭിച്ചില്ല. നമ്മുടെ കൂടെ സ്കൂളുകളിലും ഒക്കെ പഠിച്ച അനേകർക്ക് ഈ കൃപ ലഭിച്ചിട്ടില്ല. നമ്മുടെ അയൽക്കാർക്ക് പലർക്കും ഈ കൃപ ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് ഓർത്ത് നാം ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാണ്. മാത്രമല്ല, നിരന്തരമായി വിശ്വാസി അനുഭവിക്കുന്ന ആ ദൈവിക സമാധാനത്തിന്റെ സ്വസ്ഥതയാണ് സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനവും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ രണ്ട് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ശ്രേഷ്ഠമായിട്ട് നമ്മൾ കരുതണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമാധാനം ചെറിയതല്ല. നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന സമാധാനം അല്ല എന്ന കർത്താവ് പറഞ്ഞത്. ഈ സമാധാനത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? നിരന്തരമായി വിശ്വാസികൾ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ് ഈ സമാധാനത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. അത് ചെറുതല്ല, അത് ഏറ്റവും വലിയതാണെന്നുള്ള കാര്യം നാം ഒരിക്കലും അത് മറന്നു പോകരുത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമാധാനമാണ്, അല്ലേ? എത്രയോ ശ്രേഷ്ഠന്മാര്, സമ്പന്നന്മാര്, ഉന്നത സ്ഥാനങ്ങളുള്ളവരൊക്കെ ലോകത്തിലുണ്ടെങ്കിലും അവർക്കൊന്നുമില്ലാത്ത ഒരു സമാധാനമാണ് ദൈവം നമുക്ക് ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നത്. അതൊരു ശ്രേഷ്ഠമായ അവസ്ഥയാണെന്ന് നാം ഒരിക്കലും മറക്കരുത്. നമുക്ക് വീണ്ടും മടങ്ങി വരാം. അപ്പോൾ ആരൊക്കെയാണ് ലേഖനം എഴുതിയത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും തിമോത്തിയോസും. അവര് തന്നെത്താൻ വെളിപ്പെടുത്തിയിരിക്കുന്നവർ ദൈവത്തിന്റെ ദാസന്മാരെന്നുള്ളതാണ്. ആർക്കാണ് ഈ ലേഖനം എഴുതിയത്? ഫിലിപ്പിയിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ സഭയിലെ അംഗങ്ങൾ. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് മുൻപോട്ട് പോകാം. ഫിലിപ്പിയ സഭയിലെ അംഗങ്ങളാണ് അവര്, അവിടുത്തെ വിശ്വാസികൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരു ദൈവസഭയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം, ഒരു കൂട്ടായ്മയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. ചിലർ പറയാറുണ്ട്, ഞാനൊരു സഭയുടെയും അംഗമല്ല. ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞു, എന്റെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും മാത്രമേ ഉള്ളത്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അത് വേണം. എന്നാൽ അതേ സമയം ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സഭയുടെ അംഗമായിരിക്കണം നമ്മൾ. അത് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഫിലിപ്പിയർ എന്ന് പറയുന്നത് ആ ഫിലിപ്പിയിലെ മെമ്പേഴ്സാണ്. നമുക്കറിയാം, തൊയ്യത്തൈര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവരുമായ ലുദിയ,
ആദ്യത്തെ മെമ്പറായിട്ട് അവിടെ തീരാനിടയായി. അവളുടെ കുടുംബം. അതിനുശേഷം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വെളിച്ചപ്പാടത്തെയായിരുന്ന ആ സ്ത്രീ ആ സഭയിലെ മെമ്പറായെന്നാണ്. അതിനുശേഷം ഒരു റോമൻ ഉദ്യോഗസ്ഥൻ, കാരാഗ്രഹ പ്രമാണി. അതിനുശേഷമാണ് മറ്റുള്ളവരൊക്കെ ആ സഭയിൽ കടന്നു വരുവാനായിട്ടിടയായി. തീർച്ചയായും ഫിലിപ്പിയർ എന്ന് പറയുമ്പോൾ ആ സഭയിൽ അംഗത്വമുള്ള വിശ്വാസികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ആ സഭയിലെ അധ്യക്ഷന്മാർ, ഒന്നിലധികം പേരവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കൂടാതെ അവരുടെ ശുശ്രൂഷകളെ സഹായിക്കുന്ന ശുശ്രൂഷകന്മാർ. അങ്ങനെ 3 കൂട്ടർക്ക് വേണ്ടിയാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. മാത്രമല്ല, അവർക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കണം? 1, കൃപയുണ്ടാകണം. 2, അവർക്ക് സമാധാനം ഉണ്ടാകണം. ഇനി നമ്മള് 3 തൊട്ടുള്ള വാക്യങ്ങൾ, ഞാൻ എല്ലാ വാക്യങ്ങളും ഒരുപോലെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം നമുക്ക് സമയം വളരെ മുൻപോട്ട് പോകുന്നുണ്ട്. 3 തൊട്ടുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥനയാണ് അതിന്റെ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ പ്രാർത്ഥനയിലെ ചില വിഷയങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വിശ്വസിച്ച നാൾ മുതൽ അവർക്ക് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആർക്ക്? ഫിലിപ്പിലുള്ളതായിരിക്കുന്ന ദൈവസഭയ്ക്ക്. മറ്റൊരു കാര്യം, അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടി ഞാൻ സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നും ഉറപ്പായി വിശ്വസിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൗലോസിന് എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനാണ് ദൈവം ഒരു കൃപ കൊടുത്തിരിക്കുന്നത്. പൗലോസ് പലപ്പോഴും പലയിടത്തും നമുക്ക് വിശ്വാസികൾ കണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. പൗലോസിനെ വിവിധ നിലകളിൽ സഹായിച്ച വിശ്വാസികളാണ് ആര്? ഫിലിപ്പിയിലെ വിശ്വാസികൾ. അവരെ പൗലോസിനെ കാണുവാനായിട്ട് എപ്പഫ്രാദിത്തോസിനെ അയക്കുമ്പോൾ ആ സഭയിൽ നിന്നൊരു സാമ്പത്തിക നന്മ അവർ കളക്ട് ചെയ്ത് എപ്പഫ്രാദിത്തോസിന്റെ കൈവശം അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നീട് ഈ ലേഖനത്തിൽ കാണാൻ കഴിയും. പക്ഷേ അതിനെല്ലാം പ്രത്യുപകാരമായിട്ട് പൗലോസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് കൊടുക്കാനുള്ളതെന്നറിയാമോ? പ്രാർത്ഥന. രാത്രി ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും നമ്മളെ കൊണ്ട് പലരെയും സഹായിക്കാൻ സാധിച്ചില്ലെന്ന് വരും, കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും, പ്രാർത്ഥിപ്പാൻ കഴിയും. അത് വലിയ കാര്യമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പലരും നേരിൽ കണ്ടിട്ടില്ലാത്തവരാ. നമ്മുടെ സ്ഥിതിഗതികൾ നമുക്ക് പലർക്കും പരസ്പരം അറിയില്ല. എന്നാൽ അവർക്കൊന്നും കൊടുത്ത് സഹായിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവരെ ഓർത്ത് സന്തോഷത്തോടെ, ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന പദം കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
എല്ലാവരെയും ഓർത്ത് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മൾ എവിടെ ആയിക്കോട്ടെ, ലോകത്തിന്റെ ഏത് കോണിലും ആയിക്കൊള്ളട്ടെ, നമുക്കവരെ ഓർത്ത് എന്ത് ചെയ്യുവാൻ കഴിയും? പ്രാർത്ഥിപ്പാൻ കഴിയും. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ വിലയേറിയ പ്രാർത്ഥന എനിക്കതൊരു വലിയ ബലമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അത് അനുഭവിക്കുന്നുണ്ടതുകൊണ്ടാണ് ഞാനൊരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ലത്. എൻ്റെ ശരീരത്തിൽ എനിക്കതറിയാം, എൻ്റെ ആത്മാവിൽ എനിക്കതറിയാം. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ കാര്യം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, നമ്മുടെ കായിക ബലം കൊണ്ട് ആരെയും സഹായിപ്പാൻ സാധിച്ചില്ലെങ്കിലും, നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആരെയും സഹായിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും, നമുക്ക് കഴിയുന്നതായ ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്, മറക്കരുത്. ഇവിടെ ഈ വാക്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന മറ്റൊരു കാര്യം, 1-ാം നാൾ മുതൽ, 5-ാം വാക്യം നോക്കിക്കേ, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ടോ? അപ്പം 1-ാം നാൾ മുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ ദിവസം മുതൽ എന്നാണ് അതിന്റെ അർത്ഥം. 1-ാം നാളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ. നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതായ ആ 1-ാം ദിവസം മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത പൗലോസോട് എടുത്തു പറയുകയാണ്, 1-ാം ദിവസം മുതൽ നിങ്ങൾ ആരായിരുന്നു? സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചവരാണ്. അത് നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അവരുടെ പ്രത്യേകത, ഫിലിപ്പിയ പട്ടണത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതായ ആ നാള് മുതൽ അവരെ കുറിച്ച് പൗലോസിന് എടുത്തു പറയാനുള്ള പ്രത്യേകത എന്താണ്? നിങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ കൂട്ടായ്മ കാണിച്ചവരാണ്, നിങ്ങൾ കൂട്ടായ്മയുള്ളവരായിരുന്നു. അപ്പം സുവിശേഷ ഘോഷണത്തിൽ ദൈവസഭയിലുള്ള ദൈവമക്കൾ എന്ത് കാണിക്കണം? കൂട്ടായ്മ കാണിക്കണം. അവിടെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളെ ഓർപ്പിക്കാം, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. എങ്ങനെ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കാൻ കഴിയും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട്, സുവിശേഷം പങ്കുവെക്കുന്നവരോട് ചേർന്ന് നിൽക്കണം. സുവിശേഷം പങ്കുവെക്കുന്നവരോട് എന്ത് ചെയ്യണം? ചേർന്ന് നിൽക്കണം. 2, സുവിശേഷം പങ്കുവെക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയൊക്കെയാ കൂട്ടായ്മ കാണിക്കുന്നത്. സുവിശേഷം പങ്കുവെക്കുന്നവരോട് ചേർന്ന് നിൽക്കണം, സുവിശേഷം പങ്കുവെക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. 3, സുവിശേഷം പങ്കുവെക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. 4, സുവിശേഷം പങ്കുവെക്കുന്നവർക്ക് വേണ്ടി കഴിയുന്നത് പോലെ സാമ്പത്തിക സഹായം നൽകണം.
നമുക്കൊരു പക്ഷേ മറ്റൊരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരിടങ്ങളിലോ പോയിട്ട് സുവിശേഷം പറയുവാൻ സാധിക്കത്തില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് വീട് വിട്ട് ചിലപ്പോൾ പോകാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. സുവിശേഷ ഘോഷണം ചെയ്യുന്നവരോട് ചേർന്ന് നിൽക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാമ്പത്തികമായുള്ള സഹായം ചെയ്യാനുള്ളതായ സാധ്യത ഉണ്ടെങ്കിൽ അവരെ സഹായം ചെയ്ത് സഹായിക്കാം. ഇതാണ് സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇതാർത്ഥം. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേ? വയലിലെ താമരയെ നോക്കുക, അല്ലേ? പിന്നെ കർത്താവ് പറഞ്ഞു ആകാശത്തിലെ പറവകളെ നോക്കുക. ഞാനൊരു ചിന്ത പറയുക, വയലിലെ താമര എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? അതിന്റെ സ്ഥാനം വിട്ട് പോകുന്നില്ല. അതിന്റെ സ്ഥാനം വയലിൽ തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് വിട്ടു പോകാനോ നമ്മുടെ ദേശം വിട്ടു പോകാനോ ഉള്ള സാധ്യത നമുക്കില്ല എങ്കിലും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതായ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്നുകൊണ്ട് കർത്താവിന് സാക്ഷിയായി തീരാൻ സാധിക്കും. അപ്പൊ വയലിൽ നിൽക്കുന്ന താമരയുണ്ട്, അതൊരു സാക്ഷിയാകട്ടോ. അതേസമയം ആകാശത്തിലെ പറവയെ നോക്കിക്കേ, ഒരു സ്ഥലത്ത് തന്നെ അതിരിക്കുവാണോ? അല്ല, അത് പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിക്കുവാനായിട്ടിടയാണ്. അപ്പൊ ഈ രണ്ട് നിലകളിലും കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയോ അവിടെ തന്നെ നിന്നുകൊണ്ട് കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ കഴിയും. അതുപോലെ നമ്മളെ കർത്താവ് അയക്കുകയാണെങ്കിൽ അവിടെ എല്ലാം കർത്താവിന്റെ സാക്ഷിയായി തീരുവാനായിട്ട് സാധിക്കും. ഇനി ഈ കൂട്ടായ്മയ്ക്ക് വിവിധ വശങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. കൂട്ടായ്മയുടെ വിവിധ വശങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. 1 കൊരിന്ത്യർ 1:9. 1 കൊരിന്ത്യർ 1:9. 2, വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ. അപ്പൊ കർത്താവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. രണ്ടാമത് കൂട്ടായ്മ ആരോടാ? വിശ്വാസികളോട്, സഹവിശ്വാസികളോട്. 1 യോഹന്നാൻ 1:7. 3, സാമ്പത്തിക കൂട്ടായ്മ. ഫിലിപ്പിയർ 4:14-15. 4, ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളോടുള്ള കൂട്ടായ്മ. 1 കൊരിന്ത്യർ 10:16-17. അപ്പൊ കൂട്ടായ്മയുടെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്തു യേശുവുമായിട്ടുള്ള കൂട്ടായ്മ, വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ, സാമ്പത്തിക കൂട്ടായ്മ, ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളോടുള്ള കൂട്ടായ്മ. അപ്പൊ ഈ കൂട്ടായ്മകൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മകളിലൂടെ നാം ബന്ധമുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ളതായ കൂട്ടായ്മ ബന്ധമുള്ളവരെ സാത്താൻ ഒരിക്കലും തകർക്കാൻ കഴിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ പറയുന്നത് പോലെ ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ ഇതൊരു ഭയങ്കര ബലമാ.
നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മുളങ്കൂട്ടം, മുള അല്ലേ, മുള ഒരു മുള തന്നെയാണോ നിൽക്കുന്നത്? അതിന്റെ സ്വഭാവം നോക്കിയാൽ ഒരുപാട് മുളകൾ ഒരുമിച്ച് ചേർന്നാണ് നിൽക്കുന്നത് അല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതായി കാണാൻ കഴിയും. സാധാരണ കാറ്റ് അടിച്ചാലൊന്നും അതിനെ മറിച്ച് കളയാൻ പറ്റത്തില്ല. എന്താ കാരണം? അതിന്റെ ഐക്യതയോ ആ ബലമാണ് അതിന്റെ കാരണം. അതേ സമയത്ത് തെങ്ങ്, കവുങ്ങ് ഒക്കെ നോക്കിക്കേ. ഒരു തെങ്ങ് പറയും, ഞാൻ നിന്റെ അടുത്ത് നിൽക്കത്തില്ല, ഞാൻ കുറച്ച് മാറിയേ നിൽക്കുള്ളൂ അല്ലേ. അകലം വിട്ടാ നിൽക്കുന്നത്. സാധാരണ അടിക്കുന്ന നല്ല ശക്തിയുള്ള കാറ്റിന് അതിനെയൊക്കെ മറിച്ചിടാൻ കഴിയും. എന്നാൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ആ മുളംകൂട്ടത്തെ മറിച്ചിടുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടായ്മയുടെ ബലം എന്ന് പറയുന്നത് അത് ചെറുതല്ല, അത് വലിയൊരു ബലവത്തായ സംഗതിയാണ്. സൈന്യ സമേതനായ ഒരു രാജാവിന്റെ ധൈര്യമാണ് ഒരു വിശ്വാസിക്കുള്ള ധൈര്യം എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. കാരണം നമ്മളായിരിക്കുന്ന ആ ചെറിയ സഭയായാലും നമുക്കൊരു കൂട്ടായ്മ ബന്ധം ദൈവം ആ കൂട്ടായ്മയിൽ തന്നിട്ടുണ്ട്. നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും ഒക്കെ ഒരു കൂട്ടം വിശ്വാസികളെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ധന്യരാകട്ടോ, നമ്മൾ ശ്രേഷ്ഠതയുള്ളവരാ. കാരണം നമുക്കെപ്പോഴും ഒരു ചിന്ത വരും, ഞാൻ തനിയെയല്ല ഇവിടെ നിൽക്കുന്നത്, എൻ്റെ പുറകിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ ഒരു കൂട്ടം വിശ്വാസികളെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതായ ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ പൗലോസ് ഇതെല്ലാം ഓർത്തെന്ത് ചെയ്യുകയാണ്? സ്തോത്രം ചെയ്യുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. അതാണ് പൗലോസിന് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, വാസ്തവത്തിൽ പൗലോസിന്റെ ഈ മനോഭാവം എത്ര ശ്രേഷ്ഠമായതാ അല്ലേ. താന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഏതാണ്ട് വലിയ കാര്യമായിട്ടാണോ താൻ ചിന്തിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി. വാസ്തവത്തിൽ നമുക്കൊക്കെ കാരാഗ്രഹത്തിൽ കിടക്കുകയാണെങ്കിൽ ഒരു കത്തെഴുതാനൊക്കെ അവസരം കിട്ടിയാൽ നമ്മൾ എന്തോ ആയിരിക്കും എഴുതി പിടിപ്പിക്കുന്നത് അല്ലേ. കാരാഗ്രഹത്തിൽ ജയിലിൽ പോയി കിടക്കാൻ അതോ ഇടയായാൽ ഒരു കത്തെഴുതി നമ്മുടെ സഭയ്ക്ക് അയക്കുവാണെങ്കിൽ എന്തോ ആയിരിക്കും നമ്മൾ എഴുതുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സാ വാച കർമ്മണം അറിയാത്ത കാര്യത്തിനാണ് എന്നെ പിടിച്ച് ഇവിടെ ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാവല്ലോ. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് കഷ്ടം അനുഭവിക്കുകയാണ്. ഇതുവെല്ലാം പൗലോസിന്റെ എഴുത്തുകളിൽ വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒന്നുമില്ല. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതോ നിരാശപ്പെടുത്തുന്നതോ ആയ ഒരു കാര്യങ്ങളും പൗലോസിന്റെ എഴുത്തുകളിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. അതെത്ര ശ്രേഷ്ഠമായ കാര്യമാണ് അല്ലേ. അവിടെ കിടന്നുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും അവരെ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളാണ് പൗലോസിൽ കൂടെ നമുക്ക് മാതൃകയാക്കുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അതിന്റെ അവസാന വാക്യം 30-ാം വാക്യം വരെ, അതായത് ആ അധ്യായത്തിലെ 30-ാം വാക്യം വരെ നാം ശ്രദ്ധിച്ചാൽ ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. 8 മുതൽ 30 വരെ വായിക്കുമ്പോൾ എന്താണ് അവിടുത്തെ വിഷയം? ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം
എന്നുള്ളതാണ് അവിടുത്തെ പരാമർശിച്ചിരിക്കുന്ന വിഷയം. ഞാൻ എല്ലാ വാക്യങ്ങളിലും നിന്ന് വിശദീകരിക്കാനായിട്ട് സമയമെടുക്കത്തില്ല. അതിന്റെ 8-9 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് തന്നെ വായിച്ച് ഗ്രഹിപ്പാനും പഠിക്കുവാനും കഴിയും. 8-9 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനുള്ള ആർദ്രതയും ക്രിസ്തീയ ജീവിതത്തിലെ വർധനവും നമുക്കവിടെ കാണാൻ കഴിയും. ക്രിസ്തുവിനുള്ള ആർദ്രതയും ക്രിസ്തീയ ജീവിതത്തിലെ വർധനവും 8-9 വാക്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പം ക്രിസ്തുവിന്റെ ആർദ്രത അതൊരു വലിയ കാര്യമാണ്. ക്രിസ്തുയേശുവിലുള്ള ആർദ്രതയോടെ, അപ്പൊ ക്രിസ്തുയേശുവിൽ എന്ത് കാണാൻ കഴിയും? ആർദ്രത കാണാൻ കഴിയും. ഞാൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവസാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ വർധനവ് ഏതിലൊക്കെ ആയിരിക്കണം? സ്നേഹം വർദ്ധിക്കണം കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് സ്നേഹത്തിൽ എന്ത് വേണം? വളർച്ച വേണം. ആ വളർച്ച, സ്നേഹം മേൽക്കുമേൽ എങ്ങനെ വളരണം? പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിക്കണം. ഇതൊക്കെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം സ്നേഹം, ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ദൈവ സ്നേഹത്തിന് എന്തുണ്ടായിരിക്കണം? വർധനവ്, വളർച്ച ഉണ്ടായിരിക്കണം. അത് എങ്ങനെയൊക്കെ വളരണം? പരിജ്ഞാനത്തിലും വിവേകത്തിലും വളരണം. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൽ കൂടെ പകർന്നു തന്നിരിക്കുന്ന ദൈവ സ്നേഹം വർദ്ധിക്കണം. ഓരോ ദിവസവും ദൈവസ്നേഹം വർദ്ധിക്കണം. നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ കൂടുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. ദൈവവചന ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ സ്നേഹം വർദ്ധിക്കണം. ഒരു സന്ദർശനത്തിനൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. വിശ്വാസികളുമായിട്ടുള്ളതായ ആ കൂട്ടായ്മ ബന്ധത്തിൽ നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, എങ്ങനെയാ സ്നേഹം വർദ്ധിക്കേണ്ടത്? പരിജ്ഞാനത്തിലും വിവേകത്തിലും അത് വർദ്ധിക്കണം. നമുക്കൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഒരു നായൻ എത്ര സ്നേഹം അല്ലെ, എത്ര സ്നേഹം. അപ്പം അതിനെ തീറ്റി പോറ്റുന്ന യജമാനനെ കാണുമ്പോൾ അതിന്റെ സ്നേഹം എങ്ങനെ അത് പ്രദർശിപ്പിക്കും നമുക്കറിയാം അല്ലെ. അതിന്റെ വാലാട്ടി അല്ലെ, അതിങ്ങനെ സ്നേഹം വർദ്ധിപ്പിക്കും. അത് എണ്ണിക്കൊണ്ടാണോ വാലാട്ടുന്നത്? ആണോ? എന്റെ യജമാനൻ വെളിയിൽ പോയിട്ട് വരുമ്പോ ഇന്ന് ഞാനൊരു 5 പ്രാവശ്യം വാലാട്ടും. അത് എണ്ണിക്കൊണ്ടാണോ ആട്ടുന്നത്? അയ്യോ, അതിന്റെ വാലിന്റെ കൊളുത്ത് ഒടിഞ്ഞു പോയാലും, ഞാന് ഒരു ഭാഷ ഉപയോഗിച്ചെന്നുണ്ട് കേട്ടോ, കൊളുത്തുന്നതാണ്. അത്രമാത്രം ആ സ്നേഹം അത് വെളിപ്പെടുത്തും. പക്ഷെ അത് വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ ഒന്നും അല്ല കേട്ടോ. നമുക്കറിയാം, ചില നായ്ക്കള് നിലത്ത് നിൽക്കത്തില്ല, യജമാനം കാണുമ്പോ ദേഹത്തോട്ട് ചാടിക്കയറും അല്ലേ. ആ മുമ്പിലത്തെ കൈ ഇങ്ങനെ ഉപയോഗിച്ച് യജമാനൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇന്ന് അലക്കി തേച്ചതാ എന്നല്ല അതിന് വലിയ ജ്ഞാനമുണ്ടോ? അതിന്റെ സ്നേഹം പ്രദർശിപ്പിക്കും. ആ ചെളിക്കകത്ത് നിന്ന് കാലൊക്കെ ഇങ്ങനെ പൊക്കി ചിലപ്പം ദേഹത്തോട്ട് വെക്കും. അത് വിവേകത്തോടുള്ള സ്നേഹമല്ല കേട്ടോ, പരിജ്ഞാനത്തോടുള്ള സ്നേഹമൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്നേഹം പരിജ്ഞാനത്തോടുകൂടെയും വിവേകത്തോടുകൂടെ ആയിരിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണം നമ്മുടെ സ്നേഹം എന്ത് ചെയ്യുവാൻ? വർദ്ധിച്ചു വരുവാൻ.
11 വാക്യവും 12 വാക്യവും നാം ശ്രദ്ധിച്ചാൽ, ഞാനീ പറയുന്ന വാക്യത്തിന്റെ ആ ഹെഡിങ് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് പിന്നെ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി പഠിക്കാൻ കഴിയും. ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി ഫലം പുറപ്പെടുകയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുകയും വേണം എന്നാണ് 11, 12 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 11, 12 വാക്യങ്ങളിലെ വിഷയം എന്താണ്? ദൈവത്തിന്റെ പുകഴ്ചയ്ക്കായി ഫലം പുറപ്പെടുവിക്കുകയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഫിലിപ്പിയിൽ നിന്നുള്ള അനേക ദൈവമക്കൾ എന്ത് ചെയ്യുന്നറിയാമോ? അവര് സുവിശേഷവുമായി തെരുവിലേക്ക് ഇറങ്ങാനിടയായി. പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാതിരുന്ന ആ കാര്യം നിവർത്തിക്കുവാൻ അവരെന്ത് ചെയ്തു? അവര് തെരുവിലേക്ക് ഇറങ്ങുവാനായിട്ടിടയായി. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ അവിടെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ, പൗലോസ് കാരാഗൃഹത്തിൽ ബന്ധിതനായി കിടക്കുകയാണെങ്കിലും ആ സമയത്ത് ഫിലിപ്പിയിലെ വിശ്വാസികൾ എന്ത് ചെയ്തെന്നറിയാമോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് അവര് തെരുവുകളിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായി. അവര് അത് മുഖാന്തരം അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായി എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നുവെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം കൊണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. നോക്കുകയും പൗലോസ് കാരാഗൃഹത്തിലാണെങ്കിലും പൗലോസിനെ കൊണ്ട് ചെയ്യുവാൻ കഴിയാതിരുന്നതായ ആ കാര്യം അവിടുത്തെ വിശ്വാസികൾ സധൈര്യം അവര് ഇറങ്ങി ആ വേല നിവർത്തിക്കുവാനായിട്ട് ഇടയായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തുവാണ് നല്ല പ്രവൃത്തി? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷത്തോട് നിങ്ങൾ കൂട്ടായ്മ കാണിക്കുവാനായിട്ട് കാണിച്ചതായ ആ പ്രവൃത്തിയെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവനെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ഉറച്ചിരിക്കുന്നു. അപ്പം നമ്മളിൽ ഓരോരുത്തരിലും ഈ നല്ല പ്രവൃത്തി എന്ത് ചെയ്യണം? ആരംഭിക്കണം, അല്ലെങ്കിൽ ആരംഭിച്ച് ഉണ്ടായിരിക്കണം. ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ പ്രവൃത്തി നമ്മളിൽ കൂടെ ചെയ്തെടുക്കുവാനായിട്ട് ഇടയാകണം എന്നുവരെ ക്രിസ്തു യേശുവിന്റെ നാളോളം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ. അതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 13, 14 വാക്യങ്ങളിൽ പൗലോസിന്റെ ബന്ധനത്തെ സംബന്ധിച്ച് താൻ പ്രസ്താവിച്ചിരിക്കുകയാണ്. 13, 14 വാക്യങ്ങളിൽ പൗലോസിന്റെ ബന്ധനത്തിന്റെ കാര്യമാണ് താൻ പറഞ്ഞിരിക്കുന്നത്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, തെറ്റായ മനോഭാവത്തോടുകൂടെയും ശരിയായ മനോഭാവത്തോടുകൂടെയും അനേകർ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ സംബന്ധിച്ച് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ 2 രീതിയാണ്. ചിലരുടെ പ്രസംഗം തെറ്റായ മനോഭാവത്തോടെയാണ്, വാശിക്കും വൈരാഗ്യത്തിനും വേണ്ടി പ്രസംഗിക്കുക. എന്നാൽ ചിലർ പ്രസംഗിക്കുന്നത്
നല്ല ശരിയായ മനോഭാവത്തോടെ. എങ്കിലും പൗലോസ് പറയുന്നത് രണ്ടും പ്രസംഗമാണെങ്കിലും ക്രിസ്തുവിനെ ആണല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞ പൗലോസ് അവിടെ സമാധാനിക്കുകയാണ്. അല്ലെ, അവൻ പ്രസംഗിക്കുന്നത് തെറ്റാണ്, അങ്ങനല്ല, അതല്ല പൗലോസ് പറയുന്നത്. ഏത് നിലകളിൽ പ്രസംഗിച്ചാലും ആ പ്രസംഗമെല്ലാം എങ്ങനെയുള്ളതാണ്? ആരെക്കുറിച്ചുള്ളതാണ്? യേശുക്രിസ്തുവിനെ കുറിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് പൗലോസ് ആ വിഷയത്തെ അങ്ങനെ പൗലോസ് വിടുകയാണ്. വീണ്ടും 19-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ അവിടെ വീണ്ടും പൗലോസ് പ്രാർത്ഥിക്കുന്നതായ ഒരു കാര്യം കാണാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അവിടെയും പൗലോസിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കിക്കേ, പൗലോസ് കാരാഗൃഹത്തിലാണെങ്കിലും തൻ്റെ ജീവിതം പ്രാർത്ഥനാ ജീവിതമായിരുന്നുവെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പ്രാർത്ഥനയുടെ ഒരു ജീവിതമായിരുന്നു പൗലോസിന്റെ ജീവിതം. നമ്മള് അടുത്ത വാക്യങ്ങളെ കുറിച്ച് പ്രാരംഭ ക്ലാസ്സുകളിൽ ചിന്തിച്ചതാണ്. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം, അല്ലേ? അത് പൗലോസിന്റെ ഒരു ലക്ഷ്യമായിരുന്നു കേട്ടോ. ലക്ഷ്യം, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ക്രിസ്തുവിന് വേണ്ടി. അതേസമയം ഞാൻ മരിക്കുകയാണെങ്കിൽ അതെനിക്ക് ലാഭം. അപ്പം ഈ പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ, പൗലോസിനെ കാരാഗൃഹത്തിലിട്ടാൽ അവിടെ കിടന്ന് താൻ കർത്താവിന് പ്രയോജനപ്പെടും. എങ്ങനെ പ്രയോജനപ്പെടും? ലേഖനങ്ങൾ എഴുതും പൗലോസ്. അപ്പൊ കാരാഗൃഹത്തിലെ വാസം ഒരിക്കലും തനിക്ക് അത് പ്രയാസമാണെന്ന് താൻ പറയുന്നില്ല. എന്നെ കാരാഗൃഹത്തിലാക്കിയാൽ ദൈവജനം അറിയേണ്ടതിനുള്ള ലേഖനം താൻ എഴുതുമായിരുന്നു. വേണ്ട, ഇനി പൗലോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തുവിടുന്നിരിക്കട്ടെ, പൗലോസ് സഞ്ചരിച്ച് അവിടെവിടങ്ങളിൽ സഭകൾ സ്ഥാപിക്കും. അതായിരുന്നു പൗലോസിന്റെ ജീവിതത്തിന്റെ ശൈലി. അപ്പോൾ ഏത് നിലകളിലായിരുന്നാലും പൗലോസിന്റെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ളതായിരുന്നു, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ജീവിക്കുന്നത് ക്രിസ്തുവും പിന്നെ മരിക്കുന്നത് ലാഭവുമാണ്. ഇനി അടുത്തതായിട്ട് 26-ാം വാക്യം. 26-ാം വാക്യത്തിൽ മുഖസ്തുതിയും ചക്കരവാക്കും വേണ്ട എന്നാണ് പൗലോസ് പറയുന്നത്. മുഖസ്തുതിയും ചക്കരവാക്കും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് 27-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ അവിടെ സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം എന്ന് പൗലോസ് അവരെ അറിയുകയാണ്. സുവിശേഷത്തിന് യോഗ്യമായി നിങ്ങൾ നടക്കുന്നവരായിരിക്കണം. അപ്പൊ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എങ്ങനെ നടക്കാനാണ്? സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം. നമ്മളത് നേരത്തെ ചിന്തിച്ച ഒരു ഭാഗത്ത് പറയുന്ന കാര്യമാണ്. സുവിശേഷത്തിന് യോഗ്യമായി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തില. അപ്പൊ സ്വർഗീയ പൗരത്വമുള്ള ദൈവമക്കൾ ആ സ്വർഗീയമായതിനനുസരിച്ച് വേണം ജീവിക്കാൻ. നടക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നാണ് അവിടുത്തെ അർത്ഥം. അപ്പൊ നമ്മുടെ ഈ ലോകത്തിലെ പരദേശവാസത്തിലാണെങ്കിലും നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മളിവിടെ പരദേശികളാണ്. നമുക്ക് ഒരു രാജ്യം ഉണ്ട്, ആ രാജ്യത്തിന്റെ പ്രജകളാണ് നമ്മൾ, ആ രാജ്യത്തിന്റെ പൗരത്വമുള്ളവരാണ് നമ്മൾ. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു അംബാസഡർ ആയിരിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ അദ്ദേഹം ചെന്നാൽ
ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ചും ഇന്ത്യയുടെ പരിഷ്കാരം അനുസരിച്ചും ഇന്ത്യയുടെ ആ നിലവാരം അനുസരിച്ചാണ് ആ അംബാസഡർ അന്യദേശത്ത് പാർക്കുന്നത്. അദ്ദേഹത്തിൽ കൂടെ ഇന്ത്യ എന്താണെന്ന് മറ്റുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ നിത്യമായി പാർക്കുന്നവരല്ല. നമുക്കൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ് നമ്മൾ. ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ആ നില അനുസരിച്ച് വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുവാൻ. ആ സ്വർഗരാജ്യത്തിന്റെ ഒരു സംസ്കാരമുണ്ട്, ആ സ്വർഗരാജ്യത്തിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചു കാണിക്കുവാൻ. അതാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പൗലോസ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. 28-29 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, സാക്ഷ്യമുള്ള ജീവിതം രക്ഷയുടെ അടയാളമാണെന്നും കഷ്ടമനുഭവിപ്പാൻ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നുവെന്നുമുള്ള 2 കാര്യങ്ങളാണ് ആ വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളം എന്താണ്? സാക്ഷ്യമുള്ള ഒരു ജീവിതം നമ്മൾ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല സാക്ഷി പറയുന്നവരായിട്ട് ജീവിക്കണമെന്നല്ല, നല്ല സാക്ഷ്യമുള്ളൊരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് കാഴ്ചവെക്കാനിടയാണ്. നമുക്കറിയാമല്ലോ, അപ്പോസ്തലന്മാർ 7 പേരെ തെരഞ്ഞെടുത്തത് നല്ല സാക്ഷ്യം പറയുന്നവരെ അല്ല, സാക്ഷ്യമുള്ളവരെ. നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതമായിരിക്കണം നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അടയാളം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിനെ ശ്രദ്ധിച്ചാൽ നല്ല സാക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. നമ്മൾ ആരാണെന്ന് ലോകം മനസ്സിലാകത്തക്കവണ്ണം നല്ല സാക്ഷ്യത്തോടുകൂടെ വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. മാത്രമല്ല, കഷ്ടമനുഭവിപ്പാൻ കൂടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, കഷ്ടമനുഭവിപ്പാൻ കൂടെ നമുക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുക? വരം നൽകിയിരിക്കുക. അതെല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കണം. ഈ വരത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ടോ? പ്രവചനവരം വേണം കർത്താവേ, ഭാഷാവരം വേണം ദൈവമേ, രോഗശാന്തിയുടെ വരം വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും നാളിനിടെ എന്റെ ശുശ്രൂഷ മധ്യത്തിൽ ഇതുവരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടില്ല. കഷ്ടം അനുഭവിക്കാനുള്ള വരം വേണം. നമ്മുടെ കർത്താവിനറിയാം എന്റെ മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് ഇഷ്ടം പോലെ തന്നുകൊണ്ടിരിക്കുവായത് അല്ലേ? ഏതാ കഷ്ടത? കർത്താവ് തന്നെ പറഞ്ഞത് അതാ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഇനി ഉണ്ടാകത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞു. ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോ കഷ്ടത ഒരു വരമായിട്ട് എണ്ണിക്കണം കേട്ടോ. കഷ്ടത വരുമ്പോൾ പറഞ്ഞോണം, കർത്താവേ എനിക്ക് കഷ്ടത വന്നതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയാം. അതിനൊക്കെ സ്തോത്രം പറയാൻ ഇച്ചിരി വിഷമമുണ്ടെന്ന് എനിക്കറിയാം, അതിന് പറയത്തില്ല അല്ലേ? കർത്താവേ മക്കൾക്ക് നല്ല ജോലി കിട്ടി, ദൈവത്തിന് സ്തോത്രം. വിദേശത്ത് പോകാൻ കർത്താവെ ഇടയായി, അതിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. പനി വന്നു, കർത്താവെ സ്തോത്രം പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരത്തില്ല. ദൈവം അനുവദിക്കാതെ ജീവിതത്തിൽ കഷ്ടം ഉണ്ടാകത്തില്ല. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, 1/2 കിലോ കഷ്ടത അനുഭവിപ്പാനാണ് ദൈവം സമ്മതിക്കുന്നതെങ്കിൽ
10 കിലോ കൃപയ്ക്കകത്ത് പൊതിഞ്ഞേ ദൈവം തരത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആ കഷ്ടതയെ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപ കൂടെ ദൈവം അതിന്റെ കൂടെ നമുക്ക് തരും. അതാണ് കഷ്ടതയുടെ പ്രത്യേകത. കഷ്ടത നമ്മെ താഴ്ത്തിക്കളയുവാനല്ല പ്രിയപ്പെട്ടവരെ. കഷ്ടത നമ്മെ തളർത്താൻ വേണ്ടി അല്ല. കഷ്ടത ദൈവം അനുവദിക്കുന്നത് ഒരു പടി കൂടെ നമ്മെ ഉയർത്താൻ വേണ്ടിയാണ്. ഒരു പടിയും കൂടെ നമ്മെ ഉയർത്തുവാനാണ് കഷ്ടതയിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത്. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ തളർന്നു പോകരുത്. കഷ്ടത വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത്. കഷ്ടത വരുമ്പോൾ പരാതിപ്പെടുവാൻ ഇടയാകരുത്. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം നമ്മയോട് കൂടെയുണ്ട്. അതല്ലേ 46-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അവൻ കഷ്ടങ്ങളിൽ ആരാണ് ഏറ്റവും അടുത്ത തുണ. അല്ലേ? കഷ്ടതയുടെ രാത്രികളിൽ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നവൻ കർത്താവാകട്ടോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ രാത്രി കുറെ നേരം ഉറങ്ങാതിരിക്കും. അല്ലേ? പിന്നെ നോക്കുമ്പം കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നതാണ്. അല്ലേ? ഭർത്താവിന്റെ കാര്യം പറയുമ്പോൾ ഭാര്യ തുണയാന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെ? തക്കതായ തുണ. ഭർത്താവ് ചിലപ്പം പല്ലുവേദന എടുത്ത് ഭയങ്കര വേദനയായിരിക്കും. തക്ക തുണ അടുത്തിരുന്ന് പറയും, സാരമില്ല സാരമില്ല, അവൾക്ക് ഇതുവരെയും പല്ലുവേദന വരാത്തത് കൊണ്ടാ അങ്ങനെ പറയുന്നത്. കുറച്ചു കഴിയുമ്പം നന്നായി ഉറങ്ങുന്നത് കാണാം. എന്നാൽ ഏറ്റവും അടുത്ത തുണ കർത്താവാകട്ടോ. ഏറ്റവും അടുത്ത തുണ. ആരെല്ലാം മാറിപ്പോയാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നമുക്ക് ഏറ്റവും അടുത്ത തുണയായിട്ടുള്ളവൻ ആരാന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതുകൊണ്ട് ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുവാൻ മാത്രമല്ല, കഷ്ടമനുഭവിപ്പാൻ കൂടെ കർത്താവ് നമുക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ അധ്യായം പൗലോസ് ഇവിടെ എഴുതി അറിയിക്കുന്നത്. ഒരിക്കൽ ഒരു വലിയ പട്ടണത്തിൽ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ നിലകൾ പണിത് മുകളിലേക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. കുറെ നിലകൾ പണിത് അതിന്റെ അറ്റകുറ്റപ്പണികൾ മുകളിൽ തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പണിക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു പണിയായുധം താഴേക്ക് വീഴാനിടയായി. പട്ടണത്തിന്റെ ആരവാര നിമിത്തം താഴെ നിൽക്കുന്ന പണിക്കാരെ മുകളിൽ നിന്ന് വിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല. ഉച്ചത്തിൽ ശബ്ദമുയർത്തി വിളിച്ചെങ്കിലും കേൾക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, കയ്യിൽ കുറെ നാണയത്തൊട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോ നാണയത്തൊട്ട് താഴോട്ടിടാൻ തുടങ്ങി. അപ്പോ താഴെ പണിക്കാരിങ്ങനെ നടക്കുന്നുണ്ട്. ആദ്യം ഒരു നാണയത്തൊട്ട് ഇട്ടപ്പോൾ ഒരു പണിക്കാരൻ അത് കണ്ടു. അപ്പൊ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാണയത്തൊട്ട് താഴോട്ടിടുമ്പോൾ ഇത് എവിടുന്നാ വീണെന്നോർത്ത് മുകളിലേക്ക് നോക്കുമല്ലോ. അപ്പൊ കാര്യം പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ നാണയത്തൊട്ട് വീണു. ഒരു പണിക്കാരൻ അത് എടുത്തോണ്ട് അവന്റെ പണി ചെയ്യാൻ പോയി. അടുത്ത നാണയത്തൊട്ടിട്ടു. വേറൊരു പണിക്കാരൻ അത് എടുത്തു, അവന്റെ പണിക്ക് പോയി. അപ്പൊ മുകളിൽ നിൽക്കുന്ന പണിക്കാരൻ മനസ്സിലായി, ഈ നാണയത്തൊട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആരും മുകളിലേക്ക് നോക്കത്തില്ല. അവസാനം മുകളിൽ നിന്നൊരു ഇഷ്ടിയുടെ ചെറിയ കഷണം എടുത്ത് താഴെ നിന്ന
പണിക്കാരന്റെ ഉച്ചി നോക്കി ഒറ്റേറ് വെച്ചു കൊടുത്തു. ഏറുകൊണ്ട് വേദന എടുത്തപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവും? മുകളിലോട്ട് നോക്കി, ആരാ എന്നെ എറിഞ്ഞെന്ന്. ഞാനീ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും പിടികിട്ടിയോ? ദൈവം തമ്പുരാൻ അറിയാം, ഈ നാണയത്തൊട്ടും നന്മയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കൊടുത്താൽ ആരും മുകളിലോട്ട് നോക്കത്തില്ല. അതിനാ ചെറിയ ഏറ് ഇടയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ നോക്കി ദൈവമേ വിളിക്കണമെങ്കിൽ അതിനായി ഇടയ്ക്കിടയ്ക്ക് ഏറ് കിട്ടുന്നു. അപ്പൊ കഷ്ടതയുടെ ആ ചിന്ത ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, കഷ്ടമനുഭവിപ്പാൻ കൂടെ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അല്പനേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യകരം പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. കഷ്ടത വരുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി 2-ാം അധ്യായത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. വാസ്തവത്തിൽ 2-ാം അധ്യായത്തിലെ പൊതുവിഷയം ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ ഓരോ വാക്യങ്ങളും നമുക്ക് ചിന്തിക്കുവാനുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ക്രിസ്തുവാണ് എന്നുള്ളതാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള പ്രബോധനം അവിടെ കാണാൻ കഴിയും. ദൈവമക്കൾക്കുള്ള പ്രബോധനം. സ്നേഹത്തിന്റെ ആശ്വാസം, സ്നേഹത്തിന്റെ ആശ്വാസം, ആത്മാവിന്റെ കൂട്ടായ്മ, ആർദ്രതയും മനസ്സലിവും, പ്രബോധനം, സ്നേഹത്തിന്റെ ആശ്വാസം, ആത്മാവിന്റെ കൂട്ടായ്മ, ആർദ്രതയും മനസ്സലിവും. ക്രിസ്തുവിന് വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ് ആ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഏകസ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്നാണ് 4-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏക മനസ്സുള്ളവരാകണം, അതാണ് അവിടുത്തെ പ്രത്യേകമായിരിക്കുന്ന വിഷയം. നമ്മള് ആദ്യ ക്ലാസ്സുകളിൽ ഒരിക്കൽ ഈ ഫിലിപ്പിയ ലേഖനത്തെ മനസ്സിനോടുള്ള ബന്ധത്തിൽ ഏക മനസ്സുള്ളവരാകുക, സമർപ്പിത മനസ്സുള്ളവരാകുക, ആത്മീയ മനസ്സുള്ളവരാകുക, സംതൃപ്തിയുള്ള മനസ്സുള്ളവരാകുക, ഈ കാര്യാദികൾ നമ്മള് നേരത്തെ ചിന്തിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഏക മനസ്സുള്ളവരാകുക എന്നുള്ളത്. ഏക മനസ്സുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ മുഖമുദ്ര അതായിരിക്കണം. ഏതാ? ഏക മനസ്സുള്ളവരായിരിക്കുക എന്നുള്ളത്. എപ്പപ്രാദിത്തോസ് ഫിലിപ്പിയയിൽ നിന്ന് യാത്ര ചെയ്ത് പൗലോസ് കിടക്കുന്നതായ കാരാഗ്രഹത്തിൽ എത്തിച്ചേർന്ന ശേഷം സഭയുടെ അവസ്ഥ താൻ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? അപ്പം ഈ എപ്പപ്രാദിത്തോസിൽ നിന്ന് പൗലോസിനൊരു കാര്യം മനസ്സിലായി. അവിടെ ഏക മനസ്സെന്നുള്ളത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എവിടെ? സഭയിൽ
വിശ്വാസികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു, ഏക മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് താന് കൂടെ കൂടെ അവരെ ഓർപ്പിച്ചുണർത്തുന്നത്, നിങ്ങൾ ആരായിരിക്കണം? ഏക മനസ്സുള്ളവരായിരിക്കണം. ഏക മനസ്സുള്ളവരായിരിക്കണം. ഏത് കാലത്തും ഏത് സഭയ്ക്കും അതാണ് ആവശ്യം. ഏക മനസ്സുള്ളവരായിരിക്കണം ദൈവസഭ. ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിനൊരു അത്ഭുതം ചെയ്യണമെങ്കിൽ അതിന്റെ അടിസ്ഥാന വിഷയം ഏക മനസ്സുള്ളവരായിരിക്കണമെന്നുള്ളതാണ്. ഏക മനസ്സ്. പല വിഷയങ്ങൾ വരുമ്പോൾ ദൈവസഭയുടെ ഭിന്നത, ദൈവസഭയുടെ ഐക്യത ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. ചിലപ്പോൾ ഏക മനസ്സ് നഷ്ടപ്പെട്ടെന്ന് വരും. അത് സർവ്വസാധാരണയായ വിഷയമാണ്. എന്നാൽ പൗലോസ് ഫിലിപ്പിയ സഭയെ കൂടെ കൂടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കണം. അതേത് കാലത്തും ഉള്ളതായിരിക്കുന്ന ദൈവസഭയ്ക്ക് അത് ആവശ്യമാണ് എന്നാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്.